അപ്പൊ ഇന്ന് ഫ്രൈഡേ ആയിട്ട് നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ പോകുന്നത്. ഫ്രൈഡേ ഉച്ചക്ക് കഴിക്കാൻ പോണം. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് അപ്പൂസും ഫാമിലി ഉണ്ട് കേട്ടോ. അവരുടെ ഒപ്പാട്ടോ നമ്മൾ ഇന്ന് പോകുന്നേ. ഹായ് ഹായ് അപ്പൊ ശരി ഹായ് പറഞ്ഞേ പൂസേ. ഹായ് പറഞ്ഞേ പൂസേ. നമ്മൾ ഇന്നൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കാനാട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള വലിയ ദൂരമൊന്നുമില്ല. ഹോട്ടലിൻ്റെ പേര് നിസാം റെസ്റ്റോറൻ്റ് എന്നാണ്. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈദരാബാദി ബിരിയാണിയാണ് ഇവിടെ സ്പെഷ്യൽ. നമ്മൾ ഫാമിലി ആയിട്ട് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫാമിലി പാക്കാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാമിലി പാക്ക് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി, ചിക്കൻ കറി, പിന്നെ വേറെ സലാഡ്, അങ്ങനെ പല ഐറ്റംസും കിട്ടും കേട്ടോ. നമ്മൾ ബിരിയാണി മാത്രം പറയുമ്പോൾ ഒരെണ്ണേ കിട്ടും. ഇത് കണ്ടോ, ഇതുപോലത്തെ ചപ്പാത്തി. ഇവരുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടോ. അതുപോലെ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ സലാഡ് ഉണ്ടായിരുന്നു, ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നമുക്ക് ബിരിയാണി കൊണ്ടേ തരുന്നത്. ബിരിയാണി ആണെങ്കിൽ വലിയ പാത്രത്തിനകത്തായിരുന്നു കേട്ടോ. അത് നിറച്ച് റൈസും ചിക്കനും ഉണ്ടോ, ഇത്രയും വലിയ പാത്രത്തിനകത്താണ് കൊണ്ടുവന്നേ. അതിൽ എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് ലോലിപോപ്പും ഉണ്ടായിരുന്നു. ചിക്കൻ ആണെങ്കിൽ നിറയെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി കഴിക്കാൻ പാകത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കപ്പോൾ ഫാമിലി വരുമ്പോൾ ഇത് പറയുന്ന കേട്ടോ നല്ലത്. അപ്പോൾ എല്ലാവരും നന്നായി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് നിറയെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. കടലിനകത്ത് ആൾക്കാർ, പാർക്കിനകത്ത് ആൾക്കാർ, കുട്ടികൾ എല്ലാവരുമായിട്ട് നിറഞ്ഞു കേട്ടോ. ഇതിൽ കൂടുതൽ ആളായിരിക്കും രാത്രി ആകുമ്പോഴത്തേന്. ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചൂടായിരിക്കുന്നൊക്കെ വിചാരിച്ച് ഇറങ്ങില്ലല്ലോ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചൂടുമില്ല, ഒന്നുമില്ല, നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. നല്ല തിരയുണ്ടായിരുന്നു. സാധാരണ ഇവിടെ വരുമ്പോൾ ഇത്ര തിര ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് നല്ല തിരയുണ്ട്, നല്ല കാറ്റ്, തണുപ്പ് ഒക്കെ ആയിട്ട്. ആദ്യം അപ്പൂസിനും മാളുവിനെയും മാത്രം ഇറക്കി, ഞങ്ങൾ ഇറങ്ങില്ല കേട്ടോ. തണുപ്പുള്ളതുകൊണ്ടാണ് ഇറങ്ങാഞ്ഞ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇറങ്ങണം എന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞാനും ഇറങ്ങി. നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടൊന്ന് കാലനക്കാണ്ടെങ്കിൽ പോന്നെ. അത് കാരണം ഞാനും മാളുവിൻ്റെ കൂടെ ഇറങ്ങി. അപ്പൂസാണ് ഏട്ടൻ നല്ല എൻജോയ് ചെയ്ത്. അപ്പൂസ് ഫുള്ള് ഡ്രസ്സൊക്കെ ഊരി മൊത്തം കയറി നനഞ്ഞ് കുളിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമായി. തിരമാല വരുമ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടമുണ്ടല്ലോ, വലിയവർക്ക് തന്നെ ഇഷ്ടം. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പൂസിനാണെങ്കിൽ അവിടെ നിന്ന് വന്നേ ഇല്ലായിരുന്നു കേട്ടോ. കയറ്റിക്കൊണ്ട് പോകാനായിട്ട് നിമ്മി കുറേ പ്രാവശ്യം ശ്രമിച്ചെങ്കിൽ അപ്പൂസ് കരഞ്ഞാരണം പിന്നെയും ഒന്നോടെയൊക്കെ ഇറക്കി. പിന്നെയും പനിയും ജലദോഷമൊക്കെ ഇങ്ങനെ മാറാതെ നിൽക്കണ കാരണം അധിക നേരം ഒന്നും കളിക്കാൻ നിന്നില്ല. കുറച്ച് നേരമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പാർക്ക് പോലെ, പാർക്ക് കളിക്കുന്ന സാധനങ്ങളൊന്നുമില്ല, പക്ഷേ ഇരിക്കാൻ ഒരുപാട് സ്ഥലമുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ്. അപ്പൂസിനെ ഞങ്ങൾ പതിയെ കയറ്റി ബാസിൻ്റെ ഷെഡിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ മൂന്നേരം കൂടെ കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ കൂടെ നടന്നു കേട്ടോ. ചൂട് ഫീൽ ചെയ്യുന്നേ ഉണ്ടായില്ല. ഉച്ചയ്ക്കായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരിക്കും എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പം ഗായ്സ്, നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ബീച്ചിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് തൊട്ടടുത്തുള്ളൊരു പാർക്കിലോട്ട് പോവാണ്. അപ്പം അമ്മയെ ഇതേ നടക്കുന്നത്, അമ്മ അവിടെ നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ബീച്ചിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതേ ആ കാണുന്ന പാർക്കിലോട്ട് പോവാം. Let's go guys. ഗൈസ് അവരവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് അവരായിട്ട് പോവാം. ബാ, നെഞ്ചിക്കനെയാണ് അച്ഛയും ആൻറ്റിയും ഭക്ഷണങ്ങളും അപ്പൂസൊക്കെ അടുപ്പുണ്ട്. അപ്പോൾ നമുക്ക് വാമേ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ. ആ പാർക്കിലാണെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗായ്സ് എല്ലാം കഴിഞ്ഞു. ബീച്ചിൽ പോയി, പാർക്കിൽ പോയി, പിന്നെ ചായ കുടിച്ചു.
അപ്പൊ ഇന്നത്തെ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്